ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ആൻഡ് ടുഡേ ജേണലാണ് ചെയ്യാൻ പോകണം. എനിക്ക് പേജ് എടുത്ത് വെക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തിരുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്തു. ഞാനിപ്പോൾ 17-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. മിക്കവാറും 18-ാം തീയതിയായിട്ടും എനിക്ക് കിട്ടുമായിരിക്കും. ആൻഡ് ഇന്നലെ നമ്മൾ ഷോർട്സ് ആയിട്ടിട്ട പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ മിക്കതും പ്രിൻ്റ് എടുത്ത, ബാക്കിയെല്ലാം ചെയ്ത. പിന്നെ ഇത് പ്രിൻ്റ് എടുത്ത. ആൻഡ് ഇത് ഒരു ഫോട്ടോ ആണ് കേട്ടോ. ആൻഡ് വൺ കോട്ട് ഇതൊക്കെ പ്രിൻ്റ് എടുത്തതാണ്, നേരത്തെ എടുത്ത് വെച്ച് വെക്കാം. പിന്നെ ഒരു കുഞ്ഞ് വാഷിട്ടേക്ക് വന്നിട്ട് ആൻഡ് ഒരു ഗേള് കേട്ടോ, ഒരു ഗേള്, വേറെ ഒരു കുഞ്ഞ് വാഷിട്ടേക്ക് ആൻഡ് വൺ മൂവ്. ഇതൊക്കെ നമുക്ക് വെട്ടണമില്ല. ആൻഡ് ഈ ഒരു പാറ്റേൺ പേപ്പർ കാണുന്നുണ്ടോ ഗൈസ്? ദിസ് പാറ്റേൺ പേപ്പർ ആൻഡ് ഏപ്രിൽ ആൻഡ് ഒരു സ്റ്റിക്കർ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കില്ലെങ്കിൽ ബുക്കിലൊട്ടിയ. പിന്നെ ഒരു സ്റ്റാമ്പ് കണക്കത്തെ ഹലോ കിറ്റിയാന്ന് തോന്നുന്നു ഗൈസ്, അതിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചാനൽ ചെയ്യാം. പിന്നെ ഞാൻ ഒരെണ്ണം സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിരുന്നു, ഇച്ചിരി വാശി ടേപ്പ് വന്നിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നമുക്കിനി ജേണൽ തുടങ്ങാം ഗൈസ്. നമുക്ക് ഒട്ടിച്ച് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഈ പാറ്റേൺ പേപ്പർ ഞാൻ കീറുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കേൾക്കാൻ പറ്റുമായിരിക്കും. അത് ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ടീ വെച്ചിട്ടുണ്ടാക്കാം. പിൻട്രസ്റ്റിൽ കുറേ നോക്കിയപ്പം നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്, എല്ലാം കൂടെ മിക്സാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്യുക തന്നു, പിന്നെ കുഴപ്പമില്ലല്ലോ. ആൻഡ് ഈ സാധനം പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇന്ന് ഒരു സബ്സ്ക്രൈബർ കൂടി, അവർ വീണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. നമുക്കിത് കട്ട് ചെയ്യാം. എനിക്ക് കട്ടിങ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഇതാണ് കട്ട ഇതാക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞോളാം. ഇതോടെ ഒട്ടിച്ചു. ആൻഡ് വൺ ഓഫ് ദീസ് പാറ്റേൺ പേപ്പർ പാറ്റേൺ പേപ്പർ ഞാൻ ഒരെണ്ണം എടുത്തു. ലെറ്റ്സ് പുട്ട് ഇറ്റ് ഹിയർ. അവിടെ ഒട്ടിച്ചു. ഈ ഗേളിനെ വെട്ടാട്ടാ. ഞാനൊരു വെള്ള ഭാഗം വിട്ടിട്ടാണ് വെട്ടുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ വെള്ള ഭാഗം വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടി ഇച്ചിരി പശു കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ കൂടുതൽ ഒട്ടിക്കും. അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട്. ആൻഡ് നെക്സ്റ്റ് വാസ് ദ ഹലോ കേക്ക്. ഇത് ഇവിടെയായിട്ട് ഒട്ടിക്കാം കേട്ടോ. അതുപോലെ ആസ്യങ്ങളൊന്നും കൂടെ നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ അടുത്ത പാറ്റേൺ പേപ്പർ ഇവിടെ ആയിട്ട് വെച്ച് ഒരു കോട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമ്മൾ തിരിഞ്ഞു പോയി. വിഷ് യുവർ ബൗണ്ടറീസ് അതെടുത്തു. പിന്നെ ഇതേ കണക്കത്തെ ഒരു ഫോട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നു. ഞാൻ കട്ട് ചെയ്തു. നമ്മൾ ദേ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു. അടുത്തത് ഈ ഒരു കുഞ്ഞു സാധനം, ദിസ് ഐറ്റം ഇവിടെ ആയിട്ട് നമുക്ക് ഒട്ടിക്കുക. ഇവിടെ ഒട്ടിക്കാം. ഈ ഒരു മൂൺ കട്ട് ചെയ്യാം. ഈ വട്ടമൊക്കെ കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്.
അതും കഴിഞ്ഞു. അത് നമ്മളത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു. ആൻഡ് ഹാപ്പി ടൈം ലെറ്റ്സ് പുട്ട് ഇറ്റ് ഹിയർ അടക്കാം. നമ്മളൊരു ഫ്ലവർ പാറ്റേൺ വാഷി ടേപ്പ് ഇവിടെ ആയിട്ടും വെച്ചു. ആൻഡ് അനദർ ഈ വാഷി ടേപ്പ് ഇവിടെയും വെച്ചു. ഇനിയും വേണമല്ലേ, നമുക്കൊരു ഗേളിന് എടുക്കാം. ഇത് ഇച്ചിരി മിനി ഗേൾസ് ലൈക്ക് ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ട്. നമുക്കിതെടുക്കാം. ഇതല്ലേ അല്ലേ ആയിരിക്കും. ദിസ് ഗേൾ ഗൈസ്, ദിസ് ഗേൾ എടുത്ത് ഞാൻ വെട്ടിട്ട് വരാം കേട്ടോ. നമ്മളത് കട്ട് ചെയ്തു ഗൈസ്. ആൻഡ് ഓക്കെ, ആകെ അവിടെ വെച്ചു. ഇതിനകത്ത് തന്നെ ഒരു മസിൽ മേക്കറോ ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വെക്കണം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുവാണ് കേട്ടോ, അല്ലാതെ ഇങ്ങനെ ഇതാക്കല്ല. മിക്കവട്ട കയ്യിലും എല്ലാവരുടെയും കയ്യിൽ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്, എൻ്റെ കയ്യിലില്ല. എനിക്കിപ്പോൾ ആവശ്യമില്ല. ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ കർച്ചക ചെറുതായിട്ടൊന്ന് പയ്യെ വെക്കാൻ നോക്കി. ഇച്ചിരി ഒന്ന് കൂടിപ്പോയെന്ന് തോന്നുന്നു. ആൻഡ് നമ്മൾക്ക് അത് വെക്കാം ഗായ്സ് വെക്കാം ഗായ്സ്. നിങ്ങളൊരു മൂക്ക് വലിക്കുന്ന സൗണ്ട് കേട്ട് കാണും. ഞാൻ ചെറുതായിട്ടൊന്ന് വലിച്ചാണ്. എനിക്കെന്തോ ഒരു ശ്വാസത്തിനൊക്കെ ഇതേപോലെ മൂക്കടഞ്ഞു പോയി. അത് തന്നെ, മൂക്കടഞ്ഞു പോയി ഗൈസ്, മൂക്കടഞ്ഞു പോയി. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും, ക്ഷമിക്കുക. വേറൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതല്ലായിരുന്നു ശരിക്കും ഉദ്ദേശിച്ചത്, അത് നിങ്ങളറിയണം. ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ച കേട്ടോ. നമുക്കിനി വല്ല ഗേളാ ഇതെന്താ പാറ്റേൺ പേപ്പേഴ്സൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട്, വെറുതെ വെച്ച് കളയുമോ. ഞാൻ എന്നെ തന്നെ കേട്ടോ പറയുന്നത്, വേറെ ഇല്ല. ഞാൻ ഇവിടെ കുറച്ച് ഗേൾസിനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഗേൾസ്. ഇതിൽ കുറേ സ്റ്റിക്കേഴ്സ് വെട്ടാനുണ്ട്. ഇതുണ്ട ഗേൾസിൻ്റെ വെട്ടാനിരിപ്പുണ്ട്. നമുക്ക് ലൈക്ക് അത് വെട്ടി കൊടുക്കാം. ഞാനൊരു മഞ്ഞ ഗേളിനാണ് എടുത്തത് കേട്ടാ. ഇതൊക്കെ ചില സമയത്ത് വെട്ടുന്ന ഇഷ്ടമല്ല. വേറെ നമ്മൾ ആ മഞ്ഞ ഗേളിനെടുത്ത് ശരിക്കും ഇന്നത്തെ എഴുതാൻ സ്ഥലമില്ല. നമുക്കിതങ്ങ് ഒട്ടിക്കുന്ന ജേർണലാക്കി കൂട്ടാം, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റുള്ളൂ. വേണ്ട, നമുക്കിനി ഈ ഒരു വലിയ പേപ്പറിൽ നിന്ന് വല്ലതും വെട്ടാൻ നോക്കാം. ലൈക്ക് വരണ്ടിരുന്നാൽ പോരല്ലോ. നമ്മുടെ അടയാളങ്ങൾ കാണുന്നു ഇവിടെയൊക്കെ ആയിട്ടും. പിന്നെ അടയാളങ്ങളിലേക്ക് പോകുന്നു, പയ്യെ അടയാളങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ അടയാളത്തിലേക്ക് നമ്മളത് വെട്ടി ഗൈസ്, വെട്ടി. നിങ്ങൾക്ക് എൻ്റെ വകയിൽ കേട്ടു. എനിക്ക് ഇത് വിടയ്ക്കാം, കുഴപ്പമില്ലാതെ പോകുന്നു എന്നൊക്കെ പറയാം. നമ്മുടെ ഇപ്പോഴത്തെ ജേണലിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പിന്നെ തലവന്ന് വീഴുമ്പോഴേക്കിങ്ങനെ വായിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഇച്ചിരി അൽക്കുലത്തെ സാധനം തപ്പുവാണ്. ഒരു ഹേർട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ എനിക്ക് ഒന്ന് അരിച്ച് പെറുക്കിയപ്പം ഒരു ഹേർട്ട് കണ്ടു, നമ്മളൊരു റെയിൻബോനെ കണ്ടു, കുറച്ച് മേപ്പിൾ ലീവ്സിനെ കണ്ടു. അപ്പം ഞാൻ ഒരു ഹേർട്ട് തപ്പു. റെഡ് തപ്പിയതാണ്, പക്ഷെ നമുക്ക് ബ്രൗൺ ആണ് ഗൈസ് കിട്ടിയത്.
ഉള്ളത് കൊണ്ട് വേണം പോലെ എവിടെ ഒട്ടിക്കും കമോൺ. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതുണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ ചാനലിൻ്റെ അവസ്ഥ ഗൈസ്, നിങ്ങൾ കാണണം. ഞാൻ ഇവിടെ കൊണ്ടുവച്ചു നല്ലവിനെ. ഇനി അങ്ങനെ എഴുതാൻ പറ്റത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. നമുക്ക് ഇച്ചിരി ഫെൻറ്റാസ്റ്റിക് ആയിട്ട് ഇച്ചിരി വല്ലതും വെക്കാട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കും വാട്ട് ഈസ് ദാറ്റ് മീൻസ്. നമുക്ക് ദേവനൊക്കെ തോച്ചെടിയും കൂടെ എടുക്കട്ടെ. ആൻഡ് വെള്ളം വിട്ട് വെള്ളം ഇതാക്കി മാത്രം കെട്ടിയണം. അത് നമ്മൾ ആ ചെടീനത് ഈ ഏപ്രിലിൻ്റെ മേളിൽ, ശരിക്കും ഏപ്രിലല്ല ബട്ട് ഏപ്രിലിൽ ഇരിക്കുന്നു, അത് കാരണം നമുക്കത് ഇതാക്കണം. ഒരു കുഞ്ഞി തോട്ട് എഴുതണം. അതിനായിട്ട് ഇവിടെ സ്ഥലം അത് നമ്മളവിടെ വെച്ച് ഞാൻ ഇച്ചിരി പശു കൂടിയോന്ന് എനിക്ക് ഡൗട്ടില്ല. അതില്ല, ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഇവിടെ ഇട്ട് ഒട്ടിക്കാം കളയാൻ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു വരുന്നു. പറ്റും ഇവിടേക്ക് നമ്മൾ ആഗ്രഹിച്ച് നടന്നത് കിട്ടി. അതിൻ്റെ ഒരു പ്ലാൻ പോട്ട് ഇട്ടിരിക്കുന്നു. പ്ലാൻ പോട്ട് ഇനി ഇത് എവിടെ കൊണ്ട് ഒട്ടിക്കും? കമോൺ ടീമി ഗൈസ്, നമ്മൾക്ക് എവിടെ ഒട്ടിക്കും? ഇവിടെയോ? അവിടെയെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇങ്ങനത്തെ ചാനൽ ആരും ചെയ്യാറില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. നമുക്ക് ബ്ലാക്ക് പിങ്കിനെ പെട്ടാം. ചെവട്ട എന്താ അങ്ങനെയെന്നല്ലേ? ഇല്ല, ബ്ലാക്ക് പിങ്കിൻ്റെ സ്റ്റിക്ക് ഉണ്ടോ? അപ്പം നമുക്കത് ഇട്ടാം. ശരിക്കും ഇത് തട്ടിക്കൂട്ട് വീഡിയോ ആണ്, അതുറപ്പാം. ബാക്ക്ഗ്രൗണ്ടിൽ ടി വിൻ്റെ വോയിസ് ഇടയ്ക്ക് പക്ഷേ ഇതൊക്കെ ഉണ്ട്. ഫാൻ്റെ സൗണ്ട് ഉണ്ട് ഗൈസ്, പിന്നെ എൻ്റെ സൗണ്ട്. ആൻഡ് ഞാൻ ശ്വാസവും മൂക്കടഞ്ഞിരുന്നുകൊണ്ട് അത് വലിക്കുമ്പോൾ സൗണ്ട് എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്കിനി അടുത്തൊരു തോക്കും പൊതികളിനെ കൂടെ കട്ട് ചെയ്യാൻ ഗൈസ്. അല്ലെങ്കിൽ വേണ്ട കേട്ടോ, ഈ ഗേളിനെ വിളിച്ചുകൊടുത്തു വിട്ടുപിടിക്കാം. എന്ത് ചെയ്യും? ഈ തലയിൽ നിന്ന് കിട്ടുന്നില്ല. നമുക്ക് പച്ച എടുക്കാം ഗൈസ്. പച്ച വേണ്ടത്. എനിക്ക് പച്ച വേണ്ട. ശരിക്കും ഇതൊരു റെയിൻബോ തീം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും വിചാരിക്കുന്നതാണ് ഈ ചാനലിൽ. നിങ്ങൾക്ക് ഇങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഫൈനൽ ഇതാണ് ഗൈസ്. ഇവിടെ നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് വെച്ചു. ആൻഡ് ഒരു ഹേർഡ്, ഒരു ചെടിച്ചട്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബോ കണക്കൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഏപ്രിലിൻ്റെ ടെഡി ബിയർ ആൻഡ് എനിത്തിങ്. പിന്നെ ഒരു സീനറി ഇത് ആൻഡ് ബ്ലാക്ക് പിങ്കിൻ്റെ സ്റ്റിക്കർ, പാറ്റേൺ പേപ്പർ, ഒരു വേറൊരു വാഷി ടേപ്പ്. ആൻഡ് ഇതൊരു കുഞ്ഞു ഗേൾ, ഇത് ഹലോ കിറ്റി നമ്മുടെ വേറൊരു വാഷി ടേപ്പ്. ആൻഡ് കോട്ട്, ഇതൊരു കുഞ്ഞ് ഹേർട്ട് ഇങ്ങനെ കാണിച്ചു. പിന്നെ ഇതൊരു ബണ്ണി വിത്ത് ജിം ബോഡീസ്. ആൻഡ് ഇതൊരു ഗേൾ, ഇതൊരു വാഷി ടേപ്പ്, ഇതൊരു ഫിലിമിൻ്റെ ഇത് കണക്ക് ഫോട്ടോ. ആൻഡ് ഇവിടെ ഒരു കോട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഗേൾ, അത് പറഞ്ഞായിരുന്നു തോന്നുന്നു. ആൻഡ് ഇവിടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കോട്ട്, ഇവിടെ ഒരു മൂൺ. ആൻഡ് ഇതൊക്കെ പറഞ്ഞല്ലേ പാറ്റേൺ പേപ്പർ, ഗേൾ. ഇതാണ് ഗൈസ് നമ്മുടെ ഇത്ര നേരത്തെ കഷ്ടപ്പാട്. കണ്ടു ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? ബൈ ബൈ.